ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാവ് CPM വിട്ടത് അവർക്ക് ദോഷം ചെയ്യുമെന്നുള്ള വിലയിരുത്തൽ അങ്ങേക്കുണ്ടോ? പ്രത്യേകിച്ച് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് പിന്തുണയ്ക്കാനുള്ള സാധ്യതയും കാണുകയാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ നിർത്താൻ കഴിയാതെ പോകുന്നത്? രാഷ്ട്രീയത്തിൽ പല ഘടകങ്ങളുമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ജി സുധാകരൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം CMBയിലോ CPIയിലോ ഒക്കെ ചേരുന്നതിനോട് എനിക്ക് താല്പര്യമാണല്ലോ CMB ചേരുന്നത്. പക്ഷേ അദ്ദേഹം അങ്ങനെ എന്തെങ്കിലും ചർച്ച അദ്ദേഹം അല്ല, ഞാൻ പറയുകയാണ്, ഞാൻ ആ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങളുടെയൊക്കെ നേതാവായിരുന്നു സുധാകരൻ. ഞാനൊക്കെ ജി സുധാകരൻ സിന്ദാബാദ് എന്ന് വിളിച്ച മുദ്രാവാക്യം ഏറ്റുവിളിച്ച ഒരാളാണ്. അത്രയും വലിയ നേതാവായിരുന്നു സുധാകരൻ. പക്ഷേ ആ സുധാകരൻ CPMൽ നിന്ന് വിടുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമമാണ് ഉണ്ടായത്. കാരണം CPM ദുർബലമാവുന്നതുകൊണ്ടല്ല. 63 കൊല്ലക്കാലം പാർട്ടിയിൽ നിന്ന് സ്വന്തം അനുജനെ പോലും രക്തസാക്ഷിയായി കണ്ട ആ കുടുംബത്തിൽ നിന്ന് വരുന്ന സുധാകരൻ ഇറങ്ങിപ്പോകുമ്പോൾ വിളിക്കാനൊരാളുണ്ടായില്ല. സുധാകരൻ നീ ചെയ്യുന്നത് ശരിയല്ല. VS ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി അങ്ങനെ സംഭവിക്കുമായിരുന്നു. VSമായിട്ട് എടുത്തും അനുകൂലിച്ചും സുധാകരൻ നിന്നിട്ടുണ്ട്. VS ആളുകളെ അത്യാവശ്യമൊക്കെ പുറത്താക്കുന്നതിൽ മോശക്കാരനല്ലായിരുന്നു. പക്ഷെ അവസാന കാലത്തെ VS അങ്ങനെയല്ല, അതേ ആളുകളെ ചേർത്ത് നിർത്തുമായിരുന്നു. പക്ഷേ AKG ഉണ്ടായിരുന്നെങ്കിൽ ഒരാളും പോയില്ലായിരുന്നു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം കൊണ്ടുപോകും. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം പോയല്ലേ പറ്റുള്ളൂ. ഇപ്പോൾ KPR ഗോപാലൻ പാർട്ടി വിടുമ്പോൾ EMS AKG ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയനാണ്. ഞങ്ങൾ ഈ പാർട്ടിയുടെ നയത്തിനെതിരാണ്. പക്ഷെ ജി സുധാകരൻ പറഞ്ഞോ ഞാൻ CPMനെതിരാണ്? CPMൻ്റെ രാഷ്ട്രീയ നയത്തിന് എതിര് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ CPMലെ സംഘടനാ പ്രശ്നങ്ങളാണ് രാഷ്ട്രീയ പ്രശ്നമായി മാറിയിട്ടുള്ളത്. അപ്പോൾ ആ സംഘടനാ പ്രശ്നം പറഞ്ഞു തീർക്കാൻ ആ പാർട്ടിയിൽ ചോദിക്കാനും പറയാനും ആളില്ലേ?